നമസ്കാരം, നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നലെ നടന്നൊരു സംഭവമാണ്. 14 വയസ്സുള്ള കൊച്ചിനെ കള്ള സന്യാസി പീഡിപ്പിച്ചു. ഈ പീഡിപ്പിച്ചതിനേക്കാൾ ഉപരി എന്താ, കൊച്ചിനെ കൊണ്ടുപോയി പീഡിപ്പിക്കാൻ വേണ്ടി വിട്ടുകൊടുത്തത്, അതായത് കൊച്ചിന്റെ മേത്തെ ബാധ ഒഴിപ്പിക്കാന്നുള്ള രീതിയിൽ കൊണ്ടു കൊടുത്തത് കൊച്ചിന്റെ അമ്മയാണ്. അമ്മ സാമിനെ കണ്ടുപിടിച്ചിട്ട് സാമി കൊച്ചിന്റെ മേത്ത് ബാധ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ആ ബാധ അങ്ങോട്ട് ഒഴിപ്പിക്കണം, ഇതാണ് അവരുടെ മെയിൻ പരിപാടി. എന്നിട്ട് കൊച്ചിന്റെ മേത്തെ ബാധ ഒഴിഞ്ഞു. ഈ ബാധ ഉണ്ടോ മേത്ത്? എന്തിനാണ് ഈ കള്ളത്തരത്തിനൊക്കെ കൂട്ടു വെക്കണേന്ന്? അത് മാത്രല്ല, ഈ 12, 13, 14 വയസ്സുള്ള കൊച്ചിനെ എന്ത് വിശ്വസിച്ചിട്ടാണ് ഒരാളുടെ ഒറ്റക്ക് വിട്ടത്? അയാളൊരാണല്ലേ, അയാളൊരു പുരുഷനാണല്ലോ. ഒരു പുരുഷന്റെ മുറിയിലേക്ക് എന്ത് വിശ്വസിച്ചിട്ടാണ് ഒരമ്മ എന്ന് വിളിക്കുന്ന ആ സ്ത്രീ കൊച്ചിനെ പറഞ്ഞു വിട്ടത്? അപ്പൊ ശരിക്കും അമ്മയ്ക്കിട്ടും കിട്ടണ്ടേ രണ്ടടി? അവരെങ്ങനെ അമ്മ എന്ന് വിളിക്കണേ? നമ്മളൊരു കൊച്ചിനെ പ്രസവിച്ച് അതിനെ വളർത്തിയെടുക്കാൻ എന്തോരം പാടുണ്ട്. ആ കൊച്ചിനെ ഒരു അന്യ പുരുഷന്റെ ഒപ്പം, ഒരു അന്യ ആളുടെ ഒപ്പം എന്ത് വിശ്വാസത്തിൽ ഇന്നത്തെ കാലത്ത് വിടണേ? ഒരു 8 വയസ്സുള്ള കൊച്ചിനെയും 10 വയസ്സുള്ള കൊച്ചിനെയും ഈ ജനിച്ചു വീഴുന്ന കൊച്ചിനെ വരെ പീഡിപ്പിക്കണാണ് ഇന്നത്തെ കാലത്ത്. അപ്പൊ ആ ഒരു ഇതില് ഈ മക്കളെ വളർത്തുന്ന ഒരമ്മമാരും, അതായത് ഈ നമ്മുടെ കേരളത്തിൽ തന്നെയല്ലേ മോളെ കൊന്ന ആള് ഇറങ്ങിക്കഴിഞ്ഞ അച്ഛൻ വെടിവെച്ച് കൊന്നത്, അതുപോലെ മക്കളുടെ മാനം കാക്കാൻ വേണ്ടി എത്രയോ അമ്മമാരെ ആൾക്കാരെ തല്ലി കൊന്നേക്കണം. അപ്പൊ ഈ ഒരു ഇതില് അവർക്ക് അത്യാവശ്യം പഠിപ്പും ഒന്നുമില്ലേലും കൊച്ചിന് 14 വയസ്സാണെങ്കിൽ അമ്മയ്ക്ക് ചുരുങ്ങിയത് ഒരു 30 വയസ്സെങ്കിലും ഉണ്ടാവും. ആ 30 വർഷത്തെ ജീവിത സാഹചര്യത്തില് ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ അവർക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പൊ ഇവരെ എന്ത് വിശ്വസിച്ചിട്ടാണ് ഒരാളുടെ റൂമിലേക്ക് കൊച്ചിനെ കയറ്റി വിട്ടത്? അപ്പൊ ശരിക്കും അവർക്കിട്ടും കിട്ടണം രണ്ടടി. പറ്റുമെന്നുണ്ടെങ്കിൽ അവരുടെ പേരിലും കേസെടുക്കണം. ഇനി മേല ഇത് ഒരാളും ആവർത്തിക്കാത്ത രീതിയിൽ കിട്ടണം. പിന്നെ ഈ മുരാരി ബാബു എന്ന് പറയുന്നത്, അതായത് 14 വയസ്സുള്ള ഒരു കൊച്ചിനെ പീഡിപ്പിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ അങ്ങേരെ ചുക്കാമണി ചെത്തിയിട്ട്, അല്ലെങ്കിൽ അത് അയാളെ കൊല്ലാണ്ട് തന്നെ അത് കൊണ്ടുപോയിട്ട് ഈ നമ്മള് എന്തുട്ടാണ് പഴംപൊരി ഉണ്ടാക്കണ പോലെ തന്നെ ആ പഴംപൊരിയിൽ മുക്കി പൊരിച്ച് അത് നേരെ എണ്ണയിലേക്ക് വെച്ച് അത് അങ്ങോട്ട് പൊള്ളിച്ചെടുക്കണം. പിന്നെ അതുകൊണ്ട് ഒരു സ്ഥലത്തോട്ട് പോകാൻ തോന്നാത്ത രീതിയിലാക്കണം. മക്കളെ സൂക്ഷിക്കേണ്ടത് അച്ഛനും അമ്മയുമാണ്. അതായത് പ്രായപൂർത്തിയാവാത്ത പിള്ളേരാണെങ്കിൽ എല്ലാം തന്നെ മക്കളാണ്. അത് നമ്മുടെയാണ്. നമ്മൾ പണിയെടുക്കണമെന്ന് കഷ്ടപ്പെടുന്നതൊക്കെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പം ഇങ്ങനെ വല്ലവരടുത്തും കൊടുത്ത് ആ കൊച്ചിൻ്റെ ഒരു ട്രോമ അത് എന്തോരം വിഷമിക്കണുണ്ടാവും, അതിന് എന്തോരം മെൻ്റൽ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടാവും. അത് എല്ലാ അമ്മമാരടക്കം ഉള്ള എല്ലാവർക്കും ഒരു പാഠമാണ്. അതിനെ അങ്ങനെ ചെയ്യരുത്. ഒരഭിപ്രായം, എൻ്റെ അമ്മയുടെ ഒരു അഭിപ്രായം ചോദിച്ചു നോക്കാം. അമ്മക്ക് നമ്മളെക്കാളും പ്രായമുണ്ടല്ലോ, അപ്പൊ കുറച്ചും കൂടി അനുഭവ സമ്പത്ത് ഉണ്ടാവും. ഇന്നലെ ഒരു മുരാരി സ്വാമി എന്ന് പറഞ്ഞൊരു സ്വാമി 14 വയസ്സുള്ള ഒരു കൊച്ചിനെ, അയാള് സ്വാമിയാണ്, അവനെയൊക്കെ തല്ലി കൊല്ലണം. അമ്മയുടെ അഭിപ്രായത്തില് എന്ത് ചെയ്യും മുരാരിനെ കിട്ടിയ? എന്റെ അഭിപ്രായത്തിൽ കിട്ടിയ ആദ്യം തന്നെ അയാളുടെ ആ ബീപി ഞാൻ വലിച്ചു പറിച്ച് കണ്ടിച്ചെടുക്കും. എന്നിട്ടും എണ്ണയിൽ എറിയും, അല്ലെങ്കിൽ തീയിലിടും, ചുട്ടും. അവനെയൊക്കെ എന്താ ചെയ്യണ്ടേന്നറിയാമോ? ഇപ്പൊ കൊച്ചിന്റെ മേത്ത ബാധ ഒഴിപ്പിക്കാന്നും പറഞ്ഞോണ്ട് ഒരു അമ്മ കൊണ്ടുപോയതാന്ന് പറഞ്ഞു. 14 വയസ്സുള്ള കൊച്ചിനെ കൊണ്ട് ഒരു സ്വാമി എന്ത് ബാധ ആയിക്കോട്ടെ, എന്തുട്ട് ബാധ, ഇപ്പൊ എവിടെ ബാധ? ഇനി എന്തേലും ആവട്ടെ, 14 വയസ്സുള്ള ഒരു കൊച്ചിനെ ബാധ ഒഴിപ്പിക്കാന്നും പറഞ്ഞ് മുറിയുടെ അകത്തോട്ട് കൊണ്ടുപോകുമ്പോ അപ്പൊ എന്ത് വിശ്വസിച്ച് ഇവര് പുറത്തിരിക്കും? അതന്നെ, എന്നാ തള്ളയ്ക്കും കൂടെ കയറണം. ആങ്ങളയ്ക്കും കൂടി അങ്ങനെയല്ലേ എല്ലാവരും ചെയ്യണേ, അല്ലാതെ കൊച്ചിനെ മാത്രമാണ് വിടണേ. കൊച്ചിനെ സെപ്പറേറ്റ് കൊണ്ടുപോകുമ്പോ ഇവരെന്ത് പറഞ്ഞു നോക്കിയെന്ന്. അപ്പൊ അവർക്കിട്ടാണ് കൊടുക്കേണ്ടത്. ശരിയല്ലേ? അവരാണ് അത് കൊച്ചിനെ നശിപ്പിച്ചത്. അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം. കാരണം എന്ന് വെച്ചാല് ഒരു 14 വയസ്സുള്ള കൊച്ചിനെ എന്തറിയാ? അപ്പൊ നമ്മളെ ദേവുനേക്കാളും 2 വയസ്സിന് മൂത്തതാ. അത്രേ ഉള്ളൂ. ഇതിനെങ്ങനെ എന്തറിയാ?